ഹായ് സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ 9th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്റർ ബയോളജിയിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അത് കഴിഞ്ഞ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ എല്ലാം നോക്കി. അത് കഴിഞ്ഞ് കിങ്ഡം അനിമേലിയയുടെ ഫർദർ ക്ലാസിഫിക്കേഷൻസും കിങ്ഡം പ്ലാന്റയുടെ ക്ലാസിഫിക്കേഷൻസും ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. അടുത്ത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് പുതിയ ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഓർഗാനിസത്തിനെ കണ്ടു. അതിനെ കാണുമ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെ ആലോചിക്കുന്നത്? ഇപ്പം നമ്മൾ വളരെ ചെറുപ്പത്തിലെ നമ്മളൊരു ജീവിയെ കാണുമ്പോൾ ഇതിനെ കാണാൻ ഇതിന് ചെവിയുണ്ട്, ഇതിന് വാലുണ്ട്, ഇതിന് 2 കൈയും 2 കാലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് പൂച്ചയോ പട്ടിയോ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കണ്ടോരോന്നിനെ തിരിച്ചറിയുന്നത്. അതുപോലെ പുതിയൊരു ജീവിയെ കിട്ടി. അപ്പോൾ ഇത് നേരത്തെ കണ്ടുപിടിച്ച ജീവിയാണോ അതോ ഇപ്പോൾ കിട്ടിയതാണ്, ഇതിനെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല, അങ്ങനെയുള്ള ജീവിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അതായത് ഇതൊരു ന്യൂ ഓർഗാനിസം ആണോ എന്നെങ്ങനെ തിരിച്ചറിയും? ആദ്യം നമ്മൾ കിട്ടിയ ജീവിനെ നോക്കും. അതുമായിട്ട് കാണാൻ സിമിലാരിറ്റി ഉള്ള മറ്റ് ഓർഗാനിസങ്ങളെ കൂടി നോക്കും. കാണാൻ സിമിലാരിറ്റി, മോർഫോളജിക്കൽ സിമിലാരിറ്റി, അതുപോലെ ബോഡി സ്ട്രക്ചറിൽ സിമിലാരിറ്റി ഉള്ള കുറേ ഓർഗാനിസത്തിനെ നമ്മളെടുത്ത് നോക്കും. ഇതിനെ പോലെ ഇരിക്കുന്ന, ഈ നമ്മൾ കണ്ടെത്തിയ ആനിമലിനെ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ പോലെ ഇരിക്കുന്ന കുറേ ആനിമൽസിനെ നമ്മൾ നോക്കുന്നു. അതിൻ്റെ മോർഫോളജി, ബോഡി സ്ട്രക്ചറും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഇത് അവരെ പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഓർഗാനിസത്തിൻ്റെ DNA എടുക്കും. ജെനറ്റിക് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മളത് പഠിച്ചു നോക്കും. ഈ ജെനറ്റിക് മെറ്റീരിയൽ എടുത്ത് കൂടുതലായിട്ട് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ബാക്കി ഇതുമായിട്ട് സിമിലാരിറ്റി ഉള്ള, മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ബാക്കിയുള്ള ഓർഗാനിസത്തിൻ്റെ ജെനറ്റിക് മെറ്റീരിയലിനെക്കാളിലും വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുപിടിച്ച ഓർഗാനിസം എങ്കിൽ അത് പുതിയ ഓർഗാനിസമായി. മനസ്സിലായോ? നമ്മളൊരു ഓർഗാനിസത്തിനെ കിട്ടി, നമ്മൾ എവിടെയൊക്കെയോ നടന്നപ്പോൾ നമുക്കൊരു ഓർഗാനിസത്തിനെ കൈ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുപോലൊരു ഓർഗാനിസം. അപ്പോൾ എന്ത് ചെയ്യും? സയൻറ്റിസ്റ്റുകൾ അതിനെ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അതുപോലെ സിമിലർ ആയിട്ടുള്ള, മോർഫോളജിക്കലി അല്ലെങ്കിൽ ബോഡി സ്ട്രക്ചർ വൈസ് ഒക്കെ സിമിലർ ആയിട്ടുള്ള മറ്റു പല ഓർഗാനിസത്തുമായിട്ട് വെച്ച് നോക്കും. ഇത് ഇവരെ പോലെയൊക്കെ ഉണ്ടല്ലോ കാണാൻ. അങ്ങനെ തോന്നിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ നമ്മൾ ഇപ്പം കിട്ടിയ ഓർഗാനിസത്തിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ എടുത്ത് കൂടുതലായിട്ട്, DNA എടുത്ത് കൂടുതലായിട്ട് പഠിച്ചു നോക്കും. അപ്പോൾ എന്ത് മനസ്സിലാവും? ബാക്കി മോർഫോളജിക്കലി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ബാക്കി ആനിമൽസിൽ നിന്ന് ജെനറ്റിക് മെറ്റീരിയൽ ഡിഫറൻ്റ് ആണെങ്കിൽ എന്ത് മനസ്സിലാക്കാം? നമ്മൾ പുതിയൊരു ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാകും. ഇനി ജെനറ്റിക് ഡിഫറൻസ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അത് പുതിയ ഓർഗാനിസം, പുതിയ സ്പീഷീസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യും? അത് ഇൻ്റർനാഷണൽ സയൻസ് ജേർണലിൽ ഈ ഡിസ്കവറി പബ്ലിഷ് ചെയ്യും. ഇപ്പം നമ്മൾ ഡിസ്കവർ ചെയ്തു, നമ്മൾ നടന്നു പോയപ്പോൾ ഒരു ജീവിയെ കിട്ടി, അതിനെ എടുത്തുകൊണ്ട് വന്നു, അതിൻ്റെ മോർഫോളജി സിമിലർ ആയിട്ടുള്ള ആനിമൽസുമായിട്ട്, ഓർഗാനിസംസുമായിട്ടൊക്കെ നോക്കി അവസാനം ജെനറ്റിക് മെറ്റീരിയൽ എടുത്ത് നോക്കിയപ്പോൾ നല്ല ഡിഫറൻസ്. അപ്പം നമ്മൾ എടുത്തുകൊണ്ട് വന്ന ആ ജീവി ഒരു ന്യൂ സ്പീഷ്യസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഇൻ്റർനാഷണൽ സയൻസ് ജേർണലിൽ നമ്മളത് പബ്ലിഷ് ചെയ്യും. സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിലേക്ക് ആ ഒരു ഡിസ്കവറി എത്തി. അത് കഴിഞ്ഞ് ജനറൽ പബ്ലിക്കിനും ഇങ്ങനെ ഒരു ആനിമലിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓർഗാനിസത്തിനെ ഡിസ്കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ അല്ലേ? നമ്മൾ വഴിയിൽ നിന്നൊരു ഓർഗാനിസത്തിനെ കൊണ്ടുവരുന്നു, ആ ഓർഗാനിസത്തിന് സിമിലർ ആയിട്ടുള്ള മറ്റ് ഓർഗാനിസമായിട്ട് താരതമ്യം ചെയ്യുന്നു, അവസാനം ജെനറ്റിക് മെറ്റീരിയൽ എടുത്ത് നോക്കുന്നു. അപ്പം നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചത് പുതിയ സ്പീഷീസ് ആണ്. അവസാനം ഇൻ്റർനാഷണൽ സയൻസ് ജേർണലിൽ അത് പബ്ലിഷ് ചെയ്യുകയും നമ്മളെപ്പോലെ ജനറൽ ആയിട്ടുള്ള പബ്ലിക്കിൽ അത് എത്തുകയും ചെയ്യും. പുതിയൊരു ഓർഗാനിസം ഡിസ്കവേർഡ് ആയെന്നുള്ളത്. ഇനി ഈ പുതിയതായിട്ട് ഡിസ്കവർ ചെയ്യുന്ന ഓർഗാനിസത്തിനൊക്കെ പേരിടുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. കുറച്ച് പേരുകൾ ഞാൻ പറയാം. സാൻഡ്രാകോട്ടസ് വിജയകുമാരി അത് നെല്ലിയാമ്പതിയിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു പുതിയ സ്പീഷീസ് ഓഫ് ബീറ്റിലാണ്. ഒരു വണ്ടിൻ്റെ ഒരു സ്പീഷീസ് ആണ് സാൻഡ്രാകോട്ടസ് വിജയകുമാരി എന്ന് പറയും. അപ്പം അതിനകത്തൊരു വിജയകുമാരി ഉണ്ട്. ഒന്നെങ്കിൽ അത് കണ്ടെത്തിയ ആളുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആദര സൂചകമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്പീഷീസിൻ്റെ, ഒരു പുതിയ ഡിസ്കവർ ചെയ്ത സ്പീഷീസിൻ്റെ പേരിടുമ്പോൾ നമ്മൾ ആരുടെയെങ്കിലും പേരുകളുടെ ആദരസൂചകമായിട്ട് പേര് കൊടുക്കാറുണ്ട്. അതാണ് സാൻഡ്രാകോട്ടസ് വിജയകുമാരി. അടുത്തത് നോക്കിക്കേ, ലിറ്റ്സിയ വാഗമനിക്ക. ലിറ്റ്സിയ വാഗമനിക്ക. അതൊരു തരം
കുറ്റിപ്പന്നലാണ്, വാഗമണ്ണിൽ കിട്ടുന്നതാണ്. അതെന്താ, ആ കിട്ടിയ സ്ഥലത്തിന്റെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ലിറ്റ്സിയ വാഗമനിക്ക. അപ്പൊ വാഗമൺ എന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയത് കൊണ്ട് അതിന്റെ പേരിൽ എന്ത് വന്നു, വാഗമൺ വന്നു. ഇനി ബ്രുസിത്തോവ ISRO, ബ്രുസിത്തോവ ISRO, ഇവിടെ എന്താണ് അതിന്റെ പേരിന്റെ കൂടെ വന്നത്, എന്താ, ISROയുടെ പേരാണ്. അതെന്താ, എന്താണ്, ISROയോടുള്ള ആദര സൂചകമായി, അല്ലെങ്കിൽ അതിന്റെ കണ്ടെത്തലിൽ ISRO എന്തെങ്കിലും പങ്ക് വഹിച്ചത് കൊണ്ടൊക്കെ ആ ഒരു പേരിന്റെ കൂടെ ISRO വന്നു. ഈ പേരുകളുടെ ഒരു എന്താണ് ഡിഫറൻസ് കൊണ്ടാണ് നമ്മൾ ഈ പേരുകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാൻഡ്രാകോട്ടസ് വിജയകുമാരി, അവിടെ വന്ന വിജയകുമാരി, വാഗമോണിക്ക, അതുപോലെ ISRO, ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ചില സ്പീഷീസ് നെയിം ചെയ്യുമ്പോൾ കയറി വരാറുണ്ട്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞാണ്. അടുത്തത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു, പുതിയ ഓർഗാനിസത്തിനെ ഡിസ്കവർ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് വരെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതുവരെ എവിടെയും നമ്മൾ വൈറസിനെ പഠിച്ചില്ല അല്ലേ? നമ്മൾ ഒരു കിങ്ഡം പറഞ്ഞപ്പോഴും നമ്മൾ വൈറസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതെന്താ അങ്ങനെ? വൈറസ് ക്ലാസിഫിക്കേഷനിലില്ലേ? നോക്കാം. വൈറസിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? ഒന്നെങ്കിൽ വൈറസിനുള്ളിൽ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA-യോ RNA-യോ കാണും. ഐദർ DNA അല്ലെങ്കിൽ RNA. ഒന്നെങ്കിൽ DNA കാണും അല്ലെങ്കിൽ RNA, ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA-യോ RNA-യോ വൈറസിൽ കാണും. പിന്നെ വൈറസിനെ പൊതിഞ്ഞെന്ന് എന്ത് കാണും? ഒരു പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കോട്ട് ഉണ്ടാവും. അപ്പൊ എന്താണ്? ഒന്നെങ്കിൽ DNA അല്ലെങ്കിൽ RNA, പിന്നെ പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കോട്ട്. അതിനെന്ത് പറയും? ക്യാപ്സിഡ് എന്ന് പറയും. എന്ത് പറയും? ക്യാപ്സിഡ് എന്ന് പറയുന്ന ഒരു കോട്ട് ഉണ്ടാകും വൈറസിന്, പ്രോട്ടീൻ കോട്ടാണ്. അപ്പൊ വൈറസിന് DNA അല്ലെങ്കിൽ RNA, പിന്നെ എന്താണ്, ഒരു പ്രോട്ടീൻ കോട്ട്, ഇത്രയാണ് ആർക്കുള്ളത്? വൈറസിനുള്ളത്. അല്ലാതെ അതിനകത്ത് സൈറ്റോപ്ലാസോ സെൽ മെംബ്രെയിനോ സെൽ ഓർഗനൽസോ ന്യൂക്ലിയസോ ഒന്നുമില്ല. അപ്പൊ എന്താണ്, നമ്മുടെ വൈറസിനകത്ത് സൈറ്റോപ്ലാസോ സെൽ ഓർഗനൽസോ ന്യൂക്ലിയസോ ഒന്നും തന്നെ ഇല്ല. പകരം എന്താ? DNA അല്ലെങ്കിൽ RNA, പിന്നെ പ്രോട്ടീൻ്റെ ഒരു കോട്ട്, ഇത്രയും മാത്രമേ ഉള്ളൂ വൈറസിന്. പക്ഷേ അത് ഏതൊക്കെ ആനിമൽസിനെ അത് ബാധിക്കും? ആനിമൽസിനെ ബാധിക്കും, പ്ലാന്റ്സിനെ ബാധിക്കും, ബാക്ടീരിയയെ ബാധിക്കും, ആർക്കിയയെ ബാധിക്കും. അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിസത്തിനെ ബാധിച്ച് അസുഖങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണ് ആര്? വൈറസ്. പക്ഷേ അതിന്റെ സ്ട്രക്ചർ നോക്കിയാലോ, ഒരു DNA അല്ലെങ്കിൽ RNA, അതിനെ ചുറ്റി ഒരു പ്രോട്ടീന് മാത്രമുള്ള, സൈറ്റോപ്ലാസോ സെൽ ഓർഗനൽസോ ന്യൂക്ലിയസോ ഒന്നും ഇല്ലാത്ത സ്ട്രക്ചർ ഉള്ള ഒരാളാണ് ആര്? വൈറസ്. പക്ഷെ എന്താണ്, അസുഖം ആർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും? പ്ലാന്റ്സിനും ആനിമൽസിനും ബാക്ടീരിയയ്ക്കും ആർക്കിയയ്ക്കും. അങ്ങനെ വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിസത്തിന് അസുഖങ്ങൾ ഉണ്ടാക്കാൻ ആർക്ക് പറ്റും? നമ്മുടെ വൈറസിന് പറ്റും. നമ്മൾ ഒരു ജീവി, അതിന് ജീവനുണ്ടെന്ന് പറയുന്നത് എപ്പോഴാ? അത് വളരുമ്പോൾ, ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ, അവിടെ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ, ചുറ്റുപാടുമുള്ള എൻവയോൺമെന്റിനോട് അത് റെസ്പോണ്ട് ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ജീവിക്ക് ജീവനുണ്ട്, ഒരു വസ്തുവിന് ജീവനുള്ളതാണെന്ന് പറയുന്നത്. അത് ചുറ്റുപാടുമുള്ള എൻവയോൺമെന്റിനോട് റെസ്പോണ്ട് ചെയ്യുമ്പോഴും അതിന് ഗ്രോത്തും റീപ്രൊഡക്ഷനും ഒക്കെ നടക്കുമ്പോഴുമാണ്. പക്ഷെ നമ്മൾ വൈറസിനെ എടുത്തു കഴിഞ്ഞാൽ വൈറസിന് ഒരിക്കലും ഒരു ഹോസ്റ്റ്, മറ്റൊരു ഓർഗാനിസത്തിൻ്റെ ഉള്ളിലെത്താതെ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിക്കുള്ളിൽ കയറിയില്ലെങ്കിൽ അതെന്താണ്? അത് ഇനാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിന് മറ്റൊരു തരത്തിലും ജീവനുള്ള ഒരു വസ്തുവിനെ പോലെ അത് ബിഹേവ് ചെയ്യുന്നുമില്ല. ഈ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടാണ് അത് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടാത്തത്. മനസ്സിലായോ? നമ്മുടെ വൈറസ് എന്ന് പറയുന്നത് എന്താണ്? വൈറസിന് സാധാരണ ജീവജാലങ്ങൾ കാണിക്കുന്ന കുറേ അധികം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, പിന്നെ മെറ്റബോളിക് ആക്ടിവിറ്റീസ്. ഇതൊന്നും എന്താണ് കാണിക്കില്ല ആര്? നമ്മുടെ വൈറസ് സാധാരണഗതിയിൽ കാണിക്കില്ല. ഒരു ഹോസ്റ്റിന്റെ ബോഡിക്കകത്ത് കയറിയാൽ, അതിന് ഇൻഫെക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഓർഗാനിസത്തിന്റെ ബോഡിക്കകത്ത് കയറിയാൽ മാത്രമേ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. അതുപോലെ ഇത് ഒരു ജീവനുള്ള ജീവിയെ പോലെ പെരുമാറുകയുള്ളൂ. അല്ലാത്ത ഒരു ഹോസ്റ്റിന്റെ പുറത്ത് നിൽക്കുമ്പോഴെല്ലാം എങ്ങനെയാണ്? വൈറസുകൾ ഇനാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇത് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഇതിനെ ഉൾപ്പെടുത്താത്തത്. വൈറസുകളെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ടാക്സോണമിസ്റ്റുകളും വൈറോളജിസ്റ്റുകളും ഒക്കെ അവരുടെ എളുപ്പത്തിന്, അവർക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന്, അവർക്ക് വൈറസുകളെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള എളുപ്പത്തിന് വൈറസുകളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവർക്കുള്ളിൽ തന്നെ ഒരു ചെറിയ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്.
അപ്പം നമ്മൾ എങ്ങനെ ഒരു പുതിയ ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഡിസ്കവർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്നുള്ള കാര്യം നോക്കി. അത് കഴിഞ്ഞ് വൈറസിനെ എന്തുകൊണ്ട് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് നമ്മൾ നോക്കി. അടുത്ത എന്താണ്? എവല്യൂഷണറി ട്രീ. എന്താണ് ഈ എവല്യൂഷണറി ട്രീ? എവല്യൂഷണറി ട്രീ എന്ന് പറഞ്ഞാൽ അതിനു മുന്നേ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. ഫാമിലി ട്രീ. ഇപ്പം നിങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും അവരെ ഏറ്റവും ടോപ്പിൽ നിർത്തുന്നു. അതിൻ്റെ താഴെയായിട്ട് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ മക്കൾ, അവരുടെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ്, അത് കഴിഞ്ഞിട്ട് എന്താണ് അവരുടെ കുട്ടികൾ, ഇങ്ങനെ ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കുന്നു. അപ്പം എന്താണ് അതുപോലെ വരുന്നതാണ് എന്ത്? എവല്യൂഷണറി ട്രീ. എവല്യൂഷണറി ട്രീ വരുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നമ്മളുടെ ഇവല്യൂഷൻ നടന്ന് നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഇതെല്ലാം വരുന്നുണ്ട് ഇവിടെ എവല്യൂഷണറി ട്രീ വരുമ്പോൾ. എവല്യൂഷണറി ട്രീ വരുമ്പോൾ അടുത്തടുത്തുള്ള ഓർഗാനിസംസ് എന്താണ്? അവർ സിമിലർ ആയിരിക്കും. അവർക്ക് ഏതെങ്കിലും ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്ന സിമിലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും ഒരു ഇവല്യൂഷണറി ട്രീയുടെ ടിപ്പിൽ ഏറ്റവും അറ്റത്ത് വരുന്നത്. അപ്പം ഇവല്യൂഷൻ്റെ ബേസിലാണ് എന്ത് വന്നിരിക്കുന്നത്? നമ്മുടെ ലോകത്ത് ഇത്രയും അധികം ബയോഡൈവേഴ്സിറ്റി, ഒരുപാട് വൈവിധ്യങ്ങളുള്ള ആനിമൽസും പ്ലാന്റ്സും ജീവജാലങ്ങളും ഒക്കെ വന്നതിന് കാരണം എന്താണ്? എവല്യൂഷനാണ്. The evolutionary relationship between different organisms can be illustrated as branches of a tree. അപ്പോൾ എന്താണ്? എവല്യൂഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓർഗാനിസത്തിൻ്റെ സിമിലാരിറ്റീസും കാണിക്കാൻ, അതുപോലെ റിലേഷൻഷിപ്പുകൾ കാണിക്കാൻ, അവരുടെ സിമിലാരിറ്റി കാണിക്കാനൊക്കെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് എവല്യൂഷണറി ട്രീ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എവല്യൂഷണറി ട്രീ എന്താണ്? എവല്യൂഷനിൽ വരുന്ന ഓർഗാനിസത്തിൻ്റെ റിലേഷൻഷിപ്പ്, ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൻ്റെ റിലേഷൻഷിപ്പും സിമിലാരിറ്റിയും ഒക്കെ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നതാണ് എന്ത്? എവല്യൂഷണറി ട്രീ. ഇപ്പം എവല്യൂഷണറി ട്രീ നമുക്കൊന്ന് പറയാം. അതിൻ്റെ കോമൺ പോയിന്റ് എന്താണ്? സ്കളുള്ള ജീവികളെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? സ്കളുള്ള ജീവികളെ ഡിവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് എന്താണ്? ലങ് ഫിഷ് എന്ന് പറഞ്ഞു. ലങ് ഫിഷിന് എന്താ ഉള്ളത്? സ്കളുണ്ട്, തലയോടുണ്ട്. ലങ് ഫിഷിന് തലയോടുണ്ട്. അവിടെ നിന്ന് എന്താണ്? 4 limbs ഉള്ളത് വന്നു. 4 limbs, മുൻകാലുകളുള്ളത്. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്താണ്? അതിൽ വോൾ ലിസാർഡ്, നമ്മുടെ പല്ലി വരുന്നു. പിന്നെന്താണ്? ഈ 4 limbs ഉള്ളതിൽ തന്നെ മുൻകാലുകൾ ഉള്ളതിൽ തന്നെ എന്താണ്? 4 limbs ഉള്ളതിൽ തന്നെ ഹെയർ, ഫർ, മുടി, രോമം, അതുപോലെ ലാക്ടേഷൻ, ഇതിൻ്റെയൊക്കെ ബേസിൽ അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതിലെന്തൊക്കെ വരും? ഡോഗ്, മാൻ. ഇങ്ങനെ ഒരു കോമൺ പോയിന്റിൽ നിന്ന് തുടങ്ങിയതാ. സ്കളുള്ള ജീവികൾ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയതാ. അതിൻ്റെ ഡിവിഷൻ എങ്ങനെ വന്നു? സ്കളുള്ള ജീവികൾ എന്ന് പറഞ്ഞാൽ ലങ് ഫിഷ് വന്നു. അതിൽ തന്നെ 4 limbs ഉള്ള ജീവികൾ വന്നു. 4 limbs ഉള്ള ജീവികൾ വന്നിട്ട് എന്താണ്? വോൾ ലിസാർഡ്, ഡോഗ്, മാൻ. അവർക്ക് എല്ലാവർക്കും എന്താ? 4 limbs ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ? അതിനെ പിന്നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ ഹെയറും ഫറും, രോമവും മുടിയും, അതുപോലെ തന്നെ ലാക്ടേഷൻ, മുലയൂട്ടുന്നതും വകയിട്ടുള്ള ജീവികൾ വരുന്നത് എന്തിൽ വന്നു? അതിൽ ഡോഗും മാനും മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് എന്ത് പോകുന്നത്? എവല്യൂഷണറി ട്രീ പോകുന്നത്. ഒരു കോമൺ പോയിന്റിൽ നിന്ന് നമ്മൾ തുടങ്ങി സ്കളുള്ള ജീവികൾ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അതിൻ്റെ എന്താണ്? വേറെ റിലേഷൻഷിപ്പ് അനുസരിച്ച് ആ ഒരു ട്രീ പിരിഞ്ഞ് വരികയാണ്. അതിനകത്ത് 4 limbs ഉള്ളതെന്ന് പറയുമ്പോൾ ഒരു പിരിവ് വന്നു. അത് കഴിഞ്ഞിട്ട് ഹെയറും ഫറും ലാക്ടേഷനും ഒക്കെ വന്നപ്പോൾ വീണ്ടും അത് ആ ഒരു ബ്രാഞ്ചിങ് കൂടി വരികയാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? എവല്യൂഷണറി ട്രീ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് DNA ബാർകോഡിംഗ്. എന്താണ് DNA ബാർകോഡിംഗ്? എന്താണ് DNA ബാർകോഡിംഗ്? നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ സാധനങ്ങൾ വാങ്ങി വന്നു കഴിഞ്ഞാൽ ബില്ലിംഗ് സെക്ഷനിൽ വരുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവർ ഓരോ സാധനത്തിൻ്റെയും പേര് ടൈപ്പ് ചെയ്തിട്ടാണോ നമുക്ക് ബില്ല് തരുന്നത്? അല്ല, അവർ ആ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നു. അതിലെന്താ? കുറേ കറുത്ത വരകൾ, ഇങ്ങനെ പല പോലെ വരകളുള്ള ഒരു ബാർകോഡ് കാണും അല്ലേ? അവർ സ്കാൻ ചെയ്യും. ഈ ഒരു ബാർകോഡ് സ്കാൻ ചെയ്യും. അത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ അല്ലേ? അവർ ഓരോ പ്രോഡക്റ്റും എടുക്കും, സ്കാൻ ചെയ്യും.
ഇപ്പം എന്താ, ആ ബാർകോഡിനകത്ത് ആ ഒരു നമ്മളെടുത്ത പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുണ്ടാകും. അതിപ്പോൾ എന്താ, ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് ആണെങ്കിൽ ഇത് ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റാണ്, ഗുഡ് ഡേയുടെ എത്ര രൂപയുടെ പാക്കറ്റാണ്, അല്ലെങ്കിൽ എത്ര ഗ്രാമിൻ്റെ പാക്കറ്റാണ്, അങ്ങനെ എല്ലാ വിവരങ്ങളും ആ ഒരു ബാർകോഡിനകത്ത് അടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ. അതുപോലെ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ബാർകോഡ് റീഡ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ ജീവികളിൽ ഓരോരോ ജീവികളിലെ അതിന് ജനറ്റിക് മെറ്റീരിയൽ കോഡ് ചെയ്ത് വെക്കുന്ന, അതിൻ്റെ DNA എടുത്തിട്ട് അതിനെ ഇതുപോലെ കോഡുകളാക്കി വെക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, DNA ബാർകോഡിംഗ് എന്ന് പറയുന്നത്. ഈ DNA ബാർകോഡിംഗ് ടെക്നോളജിയിൽ ഓർഗാനിസത്തിനെ അതിൻ്റെ സ്പെഷ്യൽ മോളിക്കുലാർ സീക്വൻസ് ഓഫ് DNAയുടെ അടിസ്ഥാനത്തിൽ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ DNA ബാർകോഡിംഗ് ഈസ് ദ ടെക്നോളജി ഓഫ് ക്ലാസിഫൈയിങ് ഓർഗാനിസം. ഓർഗാനിസത്തിനെ എന്ത് ചെയ്യുന്നു, DNA ബാർകോഡിങ്ങിൽ ക്ലാസിഫൈ ചെയ്യുന്നു. എങ്ങനെ? ബൈ കമ്പയറിംഗ് ദ സ്പെഷ്യൽ മോളിക്കുലാർ സീക്വൻസസ് ഓഫ് DNA ആ ഒരു സ്പെഷ്യൽ മോളിക്കുലാർ സീക്വൻസിന്റെ അടിസ്ഥാനത്തിൽ, അതിനെ കമ്പയർ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ജീവികളെ ക്ലാസിഫൈ ചെയ്യുന്ന ടെക്നോളജിയാണ് DNA ബാർകോഡിംഗ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സയന്റിഫിക് ടെക്നോളജി ഫോർ ഐഡന്റിഫൈയിങ് ദ സ്പീസീസ് ഇൻ മോഡേൺ ബയോളജിക്കൽ റിസർച്ച്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ജീവിയെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്ലഡ് സാമ്പിൾ എടുക്കുന്നു, അതിൻ്റെ DNA-യും മറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാർകോഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലാവും എന്താണ്, ഇത് നമ്മൾ നേരത്തെ കണ്ടെത്തിയ ഈ ഒരു ജീവിയാണ്. അല്ലെങ്കിൽ മറ്റൊരു ജീവിയെ കിട്ടുമ്പോൾ അതിൻ്റെ കമ്പാരിസൺ പർപ്പസിനും ഒക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ഈ DNA ബാർകോഡിംഗ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്താണ്, ഇതാണ് DNA ബാർകോഡിംഗ്. നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് എങ്ങനെയാണോ നമ്മുടെ ഓരോ പ്രൊഡക്റ്റിനും ബാർകോഡ് ഉള്ളത് അതുപോലെ ഓരോ ജീവികളുടെയും DNA ജനറ്റിക് മെറ്റീരിയലിനെ കോഡ് ചെയ്യുന്നതിനാണ് DNA ബാർകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, കമ്പാരിസണോ, ഓരോരോ ജീവികളുമായിട്ടുള്ള കമ്പാരിസൺ ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് DNA ബാർകോഡിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, DNA ബാർകോഡിംഗ്. ഇനി ഈ ക്ലാസിഫിക്കേഷൻ, ഓരോരോ ജീവികളുടെ ക്ലാസിഫിക്കേഷന് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട്. എന്തിൽ, ഇവല്യൂഷനിൽ ക്ലാസിഫിക്കേഷന് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എവല്യൂഷനിൽ, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിൽ, ബയോടെക്നോളജിയിലൊക്കെ ഒരുപാട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന കാര്യം. ഇനി നമ്മളിപ്പോൾ വിചാരിക്കും ഒത്തിരി സ്പീഷീസിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ, ഇനിയിപ്പോൾ കണ്ടുപിടിക്കാൻ സ്പീഷീസ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതെന്താ, അത് തെറ്റിപ്പോയി. ഒരുപാട് സ്പീഷീസുകളെ എന്താണ് നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇനി മില്യൺസ് ഓഫ് സ്പീഷീസ് കണ്ടുപിടിക്കാനായിട്ട് ഈ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. നമ്മൾ കണ്ടെത്താത്ത ഒരുപാട് സ്പീഷീസ് ഈ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. പക്ഷേ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്പീഷീസുകളൊക്കെ എന്താണ്, നമ്മൾ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ടാകും. അങ്ങനെ ഒരു ജീവി ഉണ്ടെന്ന് നമ്മൾ അറിയുന്നതിന് മുൻപ് തന്നെ പല ജീവികളും എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ടാകും. ആ ഒരു വിഷമമേ ഉള്ളൂ. നമ്മളുടെ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇങ്ങനെ കൂടുതലായിട്ട് ജീവികൾ ഇപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണം, ഇപ്പോഴും മില്യൺസ് ഓഫ് ഓർഗാനിസംസ് ഇനിയും ഡിസ്കവറി ചെയ്യപ്പെടാനായിട്ട് ഈ ലോകത്തുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ക്ലാസിഫിക്കേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഫുള്ള് ഉള്ളത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനും 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷനും പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കിങ്ഡം അനിമേലിയെ എങ്ങനെയാണ് 9 ഫൈലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് എന്താ, അതിനകത്ത് തന്നെ സബ് ഫൈലം വെർട്ടിബ്രേറ്റ, അത് കഴിഞ്ഞ് സബ് ഫൈലത്തിൻ്റെ സൂപ്പർ ക്ലാസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കിങ്ഡം അനിമേലിയയിൽ നോക്കി. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കിങ്ഡം പ്ലാന്റേ നോക്കി. കിങ്ഡം പ്ലാന്റയുടെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ നോക്കി, എങ്ങനെയാണ് ഒരു പുതിയ ഓർഗാനിസത്തിനെ ഡിസ്കവർ ചെയ്താലുള്ള സ്റ്റെപ്സ് എന്ന് നമ്മൾ നോക്കി. പിന്നെ വൈറസിനെ എന്തുകൊണ്ട് നമ്മൾ ഒരു ക്ലാസിഫിക്കേഷനിലും ഒരു കിങ്ഡത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ എവല്യൂഷണറി ട്രീയും ഇപ്പോൾ അവസാനമായിട്ട് DNA ബാർകോഡിങ്ങും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ടുള്ളത്. എല്ലാം വായിച്ച് നോട്ട്സൊക്കെ എഴുതി ഇരിക്കുക. താങ്ക് യു സോ മച്ച്.